ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ഫിറോസ് കുന്നംപറമ്പിലാണ്. വളരെ വിഷമത്തോടു കൂടിയുള്ള ഒരു കാര്യങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ലൈവിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. കാരണം കഴിഞ്ഞ ദിവസം, അതായത് വരുന്ന 1-ാം തീയതി, ഞാൻ എൻ്റെ ഫേസ്ബുക്കിലൂടെ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൊടുങ്ങല്ലൂരുള്ള ഒരു ബിന്ദു എന്ന് പറയുന്ന ആ ചേച്ചിയും ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ, 2 പെൺമക്കളടങ്ങുന്ന ആ കുട്ടികളെയും കൊണ്ട് ബിന്ദു എന്ന് പറയുന്ന ആ സ്ത്രീ കഷ്ടപ്പെടുന്നത് നിങ്ങളെല്ലാവരും കണ്ടു കാണും. അത്രയ്ക്കും ദയനീയമാണ് ആ വീഡിയോ. വല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു അവരുടേത്. ആ കുട്ടികളെയും കൊണ്ട് ബുദ്ധിമുട്ട്. അവർ ഈ എന്താ പറയാ, മോർച്ചറിയിലൊക്കെ ബോർഡിനെയൊക്കെ ഫോട്ടോ എടുത്ത് കിട്ടുന്ന ആ പൈസയും ആ വരുമാനം കൊണ്ട് ജീവിച്ചു പോകുന്ന ആ പെൺകുട്ടിയുടെ ദയനീയമായ ആ ഒരു കഥ, ആ ഒരു ജീവിതം നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ കൊണ്ടുവന്നു. പക്ഷെ അതുമായി ബന്ധപ്പെട്ടിട്ട് ഇന്നിപ്പോൾ ഞാൻ നിങ്ങളോട് പ്രധാനമായിട്ടും പറയാനുള്ളത്, ഇന്ന് കുറച്ച് ദിവസങ്ങൾ, അതായത് അത് പോസ്റ്റ് ചെയ്തതിന് ശേഷം 2-3 കോളായി എത്ര വരുന്നത്, ഒരു സൗദി നമ്പറാണ്. ഞാനിതിന് മുകളിൽ കൊടുത്തിട്ടുള്ള ആ നമ്പർ നിങ്ങൾ കാണുന്നുണ്ടാവും. ആ നമ്പറിൽ നിന്ന് ഇവർക്ക് കോൾ വരികയും ആ കോളിൽ ആദ്യം അവരോട് വളരെ മാന്യമായി സംസാരിച്ചിട്ട് വീഡിയോ കോൾ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അതായത് അവരുടെ ആ കുട്ടിയെ, ഓട്ടിസം ബാധിച്ച കുട്ടിയെ കാണണം എന്ന് പറഞ്ഞ് വീഡിയോ കോൾ ചെയ്യണം എന്നാണ് അവരോട് പറഞ്ഞത്. അങ്ങനെ വീഡിയോ കോൾ ചെയ്തപ്പോൾ അവന്റെ പാന്റ് അഴിച്ച് അവന്റെ അത് കാണിച്ചു കൊടുക്കുകയാണ്. വളരെ മോശമാണ് ആ ഒരു പ്രവണത. അവന്റെ മുണ്ട് പൊക്കി അവന്റെ പാന്റ് അഴിച്ച ആ സാധനം കാണിച്ചു കൊടുത്തിട്ട് അതിങ്ങനെ കാണിച്ചു പിടിച്ചിരിക്കുക. ഇത് കണ്ടതും ബിന്ദു ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്തപ്പോൾ ആ നമ്പറിൽ നിന്നും വാട്സപ്പിലൂടെ, ആ വാട്സപ്പ് നമ്പറിൽ നിന്ന് ബിന്ദുവിന് മെസ്സേജ് അയക്കുന്നത്, എനിക്ക് ബിന്ദുവിനെ ഒന്ന് കണ്ടാൽ മതി, ഞാൻ കളയാം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുക. വളരെ മോശമാണ് ഈ ചെയ്തത്. എന്താണെങ്കിലും ആരാണെങ്കിലും ഇവനെ വെറുതെ വിടാൻ പാടില്ല. അതുകൊണ്ടാണ് ആ നമ്പർ സഹിതം ഞാനത് 100 വട്ടം ആലോചിച്ചിട്ടാണ് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു പ്രവണതയാണ്. അത് നമ്മുടെ സഹോദരിയാണ്. നമുക്ക് മുന്നിൽ എന്താ പറയാ, ജീവിതത്തിൽ പ്രതീക്ഷകളൊക്കെ അറ്റുപോയിട്ട് വല്ലാതെ വിഷമിക്കുന്ന നമ്മുടെ കൂടപ്പുറപ്പല്ലെങ്കിലും അവർ നമ്മുടെ സഹോദരി. ഒരേ വയറ്റിൽ ജനിക്കണം എന്നില്ല കൂടപ്പുറപ്പുകളാകാൻ. അപ്പൊ നമ്മുടെ സഹോദരിയാണ്. സഹോദരി അത്രയും കഷ്ടപ്പെടുന്ന ആ പാവത്തിനോട് ഇത്തരം ക്രൂരമായ രീതിയിൽ ചെയ്യണമെങ്കിൽ നിങ്ങളൊക്കെ മനുഷ്യനാണോ അതോ വേറെ എന്തെങ്കിലും ആണോ? നിങ്ങൾക്ക് എന്ത് സെക്സ് ആണ് അവരിൽ നിന്ന് തോന്നുന്നത്? ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് സെക്സ് തോന്നുന്നത്? കാണുന്ന ആളുകളൊക്കെ കരയാണ് ചെയ്യണത് കാണുമ്പോൾ. അത്രയ്ക്കും കണ്ണീരോടുകൂടി മാത്രം കാണുന്ന ആ വീഡിയോ നോക്കിയിട്ട് ആ സ്ത്രീയോട് സെക്സ് തോന്നിയിട്ട് സ്വന്തം പാന്റ് അഴിച്ച് കാണിച്ചു കൊടുത്തിട്ട് എനിക്ക് കളയണം എന്ന് പറയുന്ന അത്രയ്ക്കും മോശമായിട്ടുള്ള അവനെയൊക്കെ ഈ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതുകൊണ്ടാണ് ഞാൻ നമ്പർ മുകളിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അവന്റെ വാട്സപ്പ് നമ്പറിൽ ഞാനും മെസ്സേജ് അയച്ചു, നിങ്ങൾ എങ്ങനെ സംസാരിച്ചു എന്ന് ചോദിച്ചിട്ട്. അവനത് മൈൻഡ് പോലും ചെയ്യാതെയാണ് അവനത് മാറ്റിയത്. അപ്പൊ അതുകൊണ്ട് എന്ത് തന്നെ വന്നാലും നിങ്ങൾ ആ നമ്പർ കണ്ടുപിടിക്കണം. നിങ്ങൾ ആ നമ്പർ കണ്ടുപിടിച്ച് അത് ആരാണെങ്കിലും അവന്റെ ഫോട്ടോ സഹിതം നിങ്ങൾ ഇതിനടിയിൽ കമന്റ് ഇടണം. അവന് നമ്മൾ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. അങ്ങനെ ഒരാളും സംസാരിക്കാൻ പാടില്ല, ഒരാളോട് സംസാരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അത്തിപ്പറ്റിയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ബിന്ദു എന്ന് പറയുന്ന പെൺകുട്ടിനെ ഒരുത്തം വിളിച്ചിട്ട് പറയാണ്, ഞാൻ നിന്നെ നോക്കാം, ഭർത്താവിനെ ഒഴിവാക്കി വിടും, ഞാൻ നോക്കാം. ഇതുപോലുള്ള പെൺകുട്ടികളുടെ ഫാമിലി ഞാൻ നോക്കുന്നുണ്ട്, എന്ത് വേണമെങ്കിലും ചെയ്തുതരാം, അവനെ ഒഴിവാക്കിയിട്ട് ഞാൻ നിന്റെ കൂടെ വരാം. എന്താ നിങ്ങൾക്കൊക്കെ പറ്റിയത്? അപ്പൊ ഇത്തരം നരമ്പ് രോഗികളെ ഇനി നമ്മളിടുന്ന വീഡിയോസിലും ഇത്തരം പാവപ്പെട്ട ആളുകളുടെ മുന്നിലും ഇങ്ങനെ ഒരു കളിയും കൊണ്ട് അവരുടെ ആ ഒരു സാഹചര്യം, അവരുടെ ആ ദയനീയത, അവരുടെ വിശപ്പ്, അവരുടെ പട്ടിണി, അതിനെ മുതലാക്കാൻ വേണ്ടി നടക്കുന്ന കുറെ ആളുകളുണ്ട്. അത്തരം ആളുകൾക്കുള്ള ഒരു മറുപടി ആയിരിക്കണം നമ്മുടെ ഈ വീഡിയോ. എന്താ അതെ സൗദിയിലെ നമ്പറാണ്. അവന് ജിദ്ദ എന്നൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് ജിദ്ദ ആയിരിക്കുമോ എന്ന് എനിക്കറിയില്ല. അവരതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തന്നു. പ്ലീസ് പിടിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവരോടിങ്ങനെ കെഞ്ചുന്നത്. പക്ഷേങ്കിൽ ഇവന് വീഡിയോ കോൾ ചെയ്തതിന് ശേഷമാണ് അവരാ വാട്സപ്പ് തുറന്നു നോക്കിയത്. കാരണം അത്രയും മെസ്സേജ് അവർ അപ്പോഴാണ് കാണുന്നത്. അതുവരെ അവർ ശ്രദ്ധിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അവരുടെ ഫോണിലേക്ക് ഒരുപാട് കോളുകൾ വന്നുകൊണ്ടിരിക്കുക. ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ വിഷമത്തോടു കൂടി ആ ചേച്ചിനെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ആ കുട്ടിയെ കാണണം, ഒന്ന് വീഡിയോ കോൾ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്, കുട്ടിയെ കാണാനല്ലേ എന്ന് പറഞ്ഞിട്ട് അവർ ആ വീഡിയോ കോൾ ഓപ്പൺ ചെയ്ത് കൊടുത്തത്. കുട്ടിയെ കാണുന്നതിന് പകരം അവൻ കാണിക്കുന്നത് അവന്റെ സാധന. എന്നിട്ട് അവന് ആ കാര്യങ്ങളൊക്കെ സംസാരിക്കണം. എന്താണെങ്കിലും ഇത്തരം ആളെ വെറുതെ വിടാൻ പാടില്ല. നിങ്ങൾ അതിന്റെ സമൂഹ മധ്യത്തിൽ അവനെ കൊണ്ടുവരണം. അത് എത്ര വലിയ കൊമ്പനാണെങ്കിലും ശരി, അവനെ ഇങ്ങനെയൊന്നും തെറ്റുപറ്റാൻ പാടില്ല. ഇങ്ങനത്തെ തെറ്റൊന്നും ഒരിക്കലും പറ്റാൻ പാടില്ല. ചെയ്യാത്ത ആളുകളൊന്നുമില്ല. മോശമായ എല്ലാ മനുഷ്യന്മാരിലും ഓരോ ബലഹീനതകളുണ്ട്. അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാ മനുഷ്യന്മാർക്കുള്ളത് തന്നെ. അതൊന്നും ഞാൻ തെറ്റായിട്ട് പറയാം. പക്ഷേങ്കിൽ ഒരാളുടെ സമ്മതമില്ലാതെ അവരോട് ഈ കാണിക്കുന്നതൊക്കെ ക്രൂരത തന്നെയാണ്. അതുമല്ല, ഇത്തരം വേദന അവരെന്നിട്ട് എന്നെ വിളിച്ചിട്ട് കരയായിരുന്നു, ഫിറോസ് ഞാൻ ഈ കുട്ടികളെയും കൊണ്ട് കഷ്ടപ്പെടുന്ന പാട് നിനക്കറിയാം, എന്നിട്ടും ഞാൻ
അത്രയും വിഷമത്തോടു കൂടിയാണ് ഞാൻ ജീവിക്കുന്നത്. അതിന്റെ ഇടയിലാണ് എനിക്കെതിരെ എങ്ങനെ ഒരു ഇത് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചേച്ചി എന്നെ വിളിച്ചിട്ട് കരയാണ്. എങ്ങനെയാണ് ആളുകൾ അവരുടെ വിഷമങ്ങൾ നമ്മളോട് ഇങ്ങനെ തുറന്നു പറയും? എങ്ങനെ അവരുടെ മുഖം സമൂഹ മാധ്യമ ഈ ഫേസ്ബുക്കിലൂടെയൊക്കെ ഈ വിഷമിക്കുന്ന ആളുകൾ എങ്ങനെയാണ് അവരുടെ മുഖം കാണിക്കുക? എങ്ങനെ അവരുടെ നമ്പർ പുറത്തു കൊണ്ടുവരിക? സ്വന്തം സഹോദരന്മാര്, നമ്മളൊക്കെ ഒരാങ്ങളെ പോലെ, അതല്ലെങ്കിൽ നമ്മളൊരു കൂടപ്പുറപ്പുകളെ പോലെ, അതല്ലെങ്കിൽ നല്ല സുഹൃത്തുക്കളെ പോലെ ഇങ്ങനെയൊക്കെ കണ്ടിട്ടാണല്ലോ നമ്മൾ ഇത്തരം ആളുകൾ നമ്മുടെ മുന്നിലേക്ക് അവരുടെ ഒരു പ്രതീക്ഷയുമായി കടന്നു വരുന്നത്. എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും സഹായിക്കും, ഞങ്ങളുടെ പ്രശ്നങ്ങൾ തീരുന്നോട്ട്. പക്ഷെ അങ്ങനെ വരുന്ന ആളുകളെ ഇത്തരത്തിൽ മുതലാക്കാൻ നോക്കുന്നത് ഒട്ടും ശരിയല്ല. എന്താണെങ്കിലും ഇതൊരിക്കലും വിടാൻ പാടില്ല. നിങ്ങൾ ആ നമ്പർ മാക്സിമം, ആ നമ്പർ ആ മുകളിൽ കൊടുത്തിട്ടുണ്ടല്ലോ, കണ്ടില്ലേ നിങ്ങൾ? അതിലിപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം, ഞാൻ ഇതിലൂടെ തന്നെ ഞാൻ പറയാം. ഇതിലിപ്പോൾ 966 തുടങ്ങുക, 001 ആണ് അല്ലേ? 966 തുടങ്ങിയിട്ട് സൗദി നമ്പറാണ് 5051067888. സൗദി നമ്പറാണത്. 5051067888. ഈ നമ്പർ നിന്നാണ് അവരെ വിളിച്ചിട്ട് ഇത്തരത്തിലുള്ള മോശമായ രീതിയിൽ ചെയ്തത്. അത് ഫസ്റ്റില് 00 വരില്ലേ? സൗദിയിലെ നമ്പറാണെന്ന് പറഞ്ഞാൽ പ്രവാസികൾക്ക് അറിയാൻ പറ്റൂല. നിങ്ങൾക്ക് അറിയാലോ, ഞാൻ ഈ പറഞ്ഞത് തന്നെ നിങ്ങൾക്ക് അറിയില്ല. നമ്മൾ കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് വിളിക്കുമ്പോഴാണല്ലോ ഈ കോഡ് ചേർത്തേണ്ടത്. അപ്പൊ നിങ്ങൾ എന്താണെങ്കിൽ 00966 കോഡ് വരിക. അപ്പൊ 009665051067888. ഒരിക്കലും വിടരുത്. എന്താണെങ്കിലും ശരി, നിങ്ങളത് കാര്യമായിട്ട് തന്നെ എടുക്കണം. ഈ പ്രവാസികൾക്കൊക്കെ അപമാനമാണ് ഈ ജാതി നാറികളൊക്കെ. കാരണം അതെ, നിങ്ങൾ അറിയുന്ന ആളുകളാണെങ്കിൽ ഒരിക്കലും വിടരുത്. കാരണം ഇതൊരു പ്രവാസികൾ നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നമായിട്ട് തന്നെ ഏറ്റെടുക്കണം. ഇതൊരു ഇത്തരം നാറികളെയൊന്നും നമ്മളവിടെ ആ മണ്ണിൽ പോലും നിൽക്കാൻ അയക്കരുത്. കാരണം എന്താന്ന് വെച്ചാൽ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പ്രവാസികൾക്ക് അഭിമാനമാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ നാട്ടിൽ നമ്മളെല്ലാ കാര്യങ്ങളും സഹായിക്കുന്ന പ്രവാസികളാണ്. ഏതെങ്കിലും മനസാക്ഷിയുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ളത് കണ്ട വേദനിക്കുന്ന, സഹതാപം തോന്നുന്ന, സങ്കടം തോന്നുന്ന ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ നാട് വിട്ട് പ്രവാസ ലോകത്ത് പോയി ജീവിക്കുന്ന ആളുകൾ തന്നെ. പലപ്പോഴും പറയാറുണ്ട്, പ്രവാസികൾക്ക് അങ്ങനെ ഒരു മനസ്സുള്ളൂ, പ്രവാസികളെ സഹായിക്കുള്ളൂ, പ്രവാസികൾക്ക് സങ്കടങ്ങൾ ഉണ്ടാവുള്ളൂ, വിഷമങ്ങളുണ്ടാവും. പക്ഷേ ആ പ്രവാസ ലോകത്തു നിന്നാണ് ഇത്തരം ഒരു തെറ്റായ ഒരു രീതിയിലുള്ള പ്രവണത ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് പ്രവാസികൾ ഒരിക്കലും ഇതിനെ നമ്മൾ ഒരിക്കലും വിട്ടുകൊടുക്കാൻ പാടില്ല. മാക്സിമം നിങ്ങളിത് ഷെയർ ചെയ്യണം. ഷെയർ ചെയ്ത് അവനെ നമ്മൾ പിടിക്കണം കേട്ടോ. ഞങ്ങളേറ്റവും സൗദിയിലാണ്. അതെ, നിങ്ങളത് പിടിക്കണം, അവനെ വിടരുത്. ശരിക്കും പറഞ്ഞാലേ ഇതിനെയൊക്കെ കയ്യോ കാലോ തല്ലി ഓടിക്കണം. ഇങ്ങനെയുള്ളതിനൊന്നും അങ്ങനെ നമ്മൾ വിടാൻ പാടില്ല. അവര് അത് പോസ്റ്റ് ചെയ്ത് 2-3 ദിവസമായിട്ടുള്ള ആ പാവ അത്രയും വിഷമത്തില്, അത്രയും കോളുകൾ വരിക, ഓരോ ആളുകൾ കാണാൻ പോവാ. ചാനൽ ഏറ്റെടുത്തത് എല്ലാ ചാനലുകാരും ഏറ്റെടുത്തു, എല്ലാവരും ഏറ്റെടുത്ത് അത്രയ്ക്ക് നിൽക്കുന്ന ഈ ഒരു കേസിൽ തന്നെ വിളിച്ചിട്ട് അവനക്ക് ഈ ജാതി ഈ പണി ഒപ്പിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അതൊക്കെ വളരെ മോശമാണ്. എന്താണെങ്കിലും വിടരുത്. ഫോട്ടോ സ്ക്രീൻഷോട്ട് ഉണ്ട്, അവർക്കത് അയക്കാൻ കഴിയാത്തതിന്റെ ഒരു അവസ്ഥയാണ്. എന്നിട്ട് അവിടെ നിന്ന് ഒരാള് അതിന്റെ മെസ്സേജ് മാത്രം ടൈപ്പ് ചെയ്ത് എനിക്ക് ഇങ്ങോട്ട് അയച്ചു തരിക ചെയ്ത്. എല്ലാം അവരെടുത്ത് വെച്ചിട്ടുണ്ട്, അത് കറക്റ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു ഇത്തിരി പോലും അത് അനങ്ങില്ല. എല്ലാ രേഖകളും കറക്റ്റ് ആയിട്ടുണ്ട്. ഞങ്ങളത് കുറച്ച് നേരത്തെ തന്നെ അവിടുത്തെ CIനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിലും കേസിന്റെ വഴിക്കും അവർ പോകും. അത് വിടാൻ തീരുമാനിച്ചിട്ടില്ല. പോലീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ പോലീസോ കാര്യങ്ങളൊന്നുമല്ല. ഇവിടെ പോലീസിനെ ഗവൺമെന്റിനെ നോക്കിയിട്ടൊന്നുമല്ലല്ലോ നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. നമുക്ക് കൈകാര്യം ചെയ്യാനുള്ള സൗദി അറേബ്യയിൽ കിടക്കുന്നതിൽ കേരള പോലീസിന് ചെയ്യാൻ കഴിയുന്നൊരു പരിധിയുണ്ട്. ഇത് നമുക്ക് ചെയ്യാൻ സാധിക്കും. എന്താണെങ്കിലും ഇത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റാണ്. നമ്മൾ ഈ പ്രവാസികൾക്ക് അറിയാലോ ഇതിന്റെ കാര്യങ്ങളൊക്കെ. അതൊന്ന് ഞാൻ ആ നമ്പർ ഏത് കണക്ഷനാണെന്ന് നമ്പർ സീരിയൽ നോക്കിയേ. സവർന്നോ സവാന്നോ അങ്ങനെ എന്തോ പറയണ്ടേ, എനിക്ക് അതിനെ കറക്റ്റ് ആയിട്ട് അറിയില്ല. ഞാൻ ഈ നമ്പർ സൈബർ സെല്ലിൽ കൊടുക്കുക. എന്നിട്ട് ഈ നമ്പറിൽ നിന്നും നാട്ടിലെ നമ്പറിലേക്ക് വന്ന് അതൊക്കെ ഒരു ചെയ്യും. നമ്മളത് CIനെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മളത് അപ്പൊ തന്നെ. കാരണം എന്താന്ന് വെച്ചാലേ നിങ്ങൾക്കറിയാം ഈ സ്ത്രീന്റെ ജോലി എന്താന്ന് വെച്ചാല് ഈ മോർച്ചറിയിലൊക്കെ ഉള്ള ബോഡിനെ ഫോട്ടോ എടുക്കാൻ പോകുന്നത്. പോലീസൊക്കെ ആയിട്ട് ഇവർക്ക് നല്ല ബന്ധമുണ്ട്. കാരണം പോലീസുകാരാണ് ഇവരുടെ ആ ദയനീയമായ അവസ്ഥ കണ്ടിട്ട് ഈ സ്ത്രീനെ തന്നെയാണ് ഫോട്ടോ എടുക്കാൻ പോലീസുകാർ വിളിക്കുക. കാരണം കിട്ടുന്നത് എന്തെങ്കിലും അവർ അരിവാങ്ങിച്ചോട്ടെ എന്ന് വെച്ചിട്ട്. അപ്പൊ പോലീസായിട്ടൊക്കെ നല്ല ബന്ധമുള്ള സ്ത്രീയാണ് അവിടുത്തെ. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്ന സ്ഥിതിക്ക് അവിടുത്തെ പോലീസ് എന്താണെങ്കിലും ഇതിൽ ഇടപെടും. അവരെ സഹായിക്കാൻ കഴിയുന്ന പരമാവധി അവർ സഹായിക്കും. അപ്പൊ അതുകൊണ്ട് അതിലൊരു പ്രശ്നമില്ല. പക്ഷെ ഇത് അതൊന്നുമല്ല. ഇത് നമ്മൾ പ്രവാസികൾ കൈകാര്യം ചെയ്യേണ്ട കേസാണ്. വിളിച്ചാൽ കിട്ടൂല, അവൻ എടുക്കൂല. അതിൽ വാട്സപ്പ് ഉണ്ട്. ഈ നമ്പർ നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ പിടുത്തം കിട്ടുമല്ലോ. ആരായിരിക്കും എന്തായിരിക്കും എന്നൊക്കെ നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ പിടുത്തം കിട്ടും. ഇനി അവനത് ക്യാൻസലായ നമ്പർ ആണെങ്കിൽ നമ്പർ ക്യാൻസൽ ചെയ്യാൻ കഴിയില്ലല്ലോ. നമ്മൾ വാട്സപ്പ് ഓണാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ സിമ്മിലേക്ക് മെസ്സേജ് പോകണം. എങ്കിലല്ലേ അതിന്റെ കോഡും കാര്യങ്ങളൊക്കെ വന്നിട്ട്. അപ്പോൾ നമ്പറിൽ അവൻ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ അവൻ ഓഫ് ചെയ്തിട്ടുണ്ടാവും.
ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഡീറ്റെയിൽ എടുക്കാമല്ലോ. ഡീറ്റെയിൽ എടുത്തിട്ട് നിങ്ങൾ അത് പോയി പിടിക്കണം. കള്ള അഡ്രസ്സിലാണെങ്കിൽ ഒരു യഥാർത്ഥത്തിലുള്ള ആളെ ജിദ്ദയിലുള്ള ആൾക്കാർ കുറച്ച് മുൻകരുതൽ എത്തിയാൽ മതി. അതെ ജിദ്ദയാണെങ്കിൽ ജിദ്ദയിലുള്ള ആളുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ വീഡിയോ കാണുന്നവർ സൗദിയിലുണ്ടെങ്കിൽ അവിടുത്തെ പോലീസുമായി ബന്ധപ്പെടുക, എന്നിട്ട് നാട്ടിലെത്തിക്കുക. അതെ അവനങ്ങനെ വിടരുത്. കാരണം ഇത്തരം ആളുകളൊന്നും സൗദിന്റെ മണ്ണിൽ ജീവിക്കും. ഇവനെയൊന്നും വിടാൻ പാടില്ല. ആ മണ്ണിന് തന്നെ അപമാനമാണ് ഈ ജാതി നാറികളൊക്കെ. സാധാരണ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളോട് എന്തപ്പോ ഞാൻ ഇതിനെ കുറിച്ച് പറയും. ഇത്രയ്ക്കും ഒരു വിഷമത്തോടു കൂടി ജീവിക്കുന്ന ആ ചേച്ചിനെ തന്നെ നമുക്ക് ആണും പെണ്ണും എന്നൊക്കെ പറഞ്ഞ ദയവ് ചെയ്ത് ഞാനിത് സംസാരിക്കുമ്പോൾ കോൾ ചെയ്തത് കാണുന്ന ആളുകൾ വാട്സപ്പിൽ നിന്ന് കോൾ വിളിക്കണ്ട, അത് വിളിക്കണ്ട, ഇത് കഴിയട്ടെ. ഈ സെക്സ് എന്ന് പറയുന്നത് ആണിനും പെണ്ണിനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. അത് അവരവരുടെ ഇഷ്ടമാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ സമ്മതപ്രകാരം ചോദിക്കുക, കൊടുക്കുക, അതൊക്കെ ചെയ്തോ. പക്ഷെ ഇത്രയും ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരാളെ വിളിച്ചിട്ട് ഈ ചെയ്തത് ശരിയായില്ല. എനിക്ക് വളരെ വിഷമമുണ്ട്. എന്താണെങ്കിലും ഇതൊരാളോട് ആവർത്തിക്കരുത്. ഞാൻ ചെയ്യുന്ന വീഡിയോസിലൊക്കെ സ്ത്രീകളുണ്ടെങ്കിൽ നേരെ ചെയ്യുന്ന പരിപാടി ഇതാ. ആ തിരുവനന്തപുരത്തുള്ള ഒരു ശോഭന ചേച്ചി കണ്ട അങ്ങക്ക് തോന്നും ഈർക്കിലി പോലുണ്ട്. അതിനെ വരെ വിളിച്ചിട്ട് ലോഡ്ജിൽ റൂം എടുത്തു നെറ്റ് കൊണ്ടുവന്ന് വിളിച്ചിട്ട് പറഞ്ഞിരിക്കുന്ന ആളുകളുണ്ട്. ഒരാളെയും വെറുതെ വിടണില്ല ഇത്തരം നരമ്പ് രോഗികള്. അത്രയ്ക്ക് ഇതാണ് ഈ വീഡിയോ. ഞാൻ ഇന്നൊരാൾക്ക് വെറുതെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തപ്പോ തന്നെ അയാൾ ഇരുന്ന് കരയായിരുന്നു. അത് കണ്ട കണ്ണിന്ന് വെള്ളം വരും. ആ മകളും അമ്മയും തമ്മിലുള്ള ആ ഒരു വല്ലാത്തൊരവസ്ഥ. അത് കണ്ട് കരയണതിന് പകരം അത് കണ്ട് സെക്സ് തോന്നിയിട്ടുണ്ടെങ്കിൽ അവൻ മനുഷ്യനൊന്നുമല്ല. അവനെയൊക്കെ ജയിലിടണം. അവനെയൊക്കെ പുറത്തു വിട്ട് കഴിഞ്ഞാൽ അവൻ ചിലപ്പോ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അത്രയ്ക്ക് മോശമാണ് അവനൊക്കെ. അത്തരം ആളുകളെ എന്താണെങ്കിലും നിങ്ങൾ പിടികൂടണം. അവനൊരിക്കലും നിങ്ങൾ വെറുതെ വിടാൻ പാടില്ല. ഒന്നുകൂടി ഞാൻ കാര്യം പറയാം. വേറൊന്നുമില്ല, നമ്മള് ആ കൊടുങ്ങല്ലൂരില് നമ്മള് ബിന്ദു എന്ന് പറയുന്ന ഒരു ചേച്ചിയുടെ ഒരു കേസ് ചെയ്ത് നിങ്ങൾ ഓർക്കുണ്ടാവും. 1-ാം തീയതിയാണ് ചെയ്തത്. ബിന്ദുവും ഓട്ടിസം ബാധിച്ച ആ കുട്ടിയും കൊണ്ട് കഷ്ടപ്പെടുന്നത്, വീടില്ലാതെ ഒരു തരത്തിലും ജീവിക്കാൻ വഴിയില്ലാതെ കഷ്ടപ്പെടുന്ന ബിന്ദുവിന്റെ വീഡിയോ നിങ്ങളൊക്കെ കണ്ടു. കരഞ്ഞ ആളുകളാണ് എല്ലാവരും. ആ ബിന്ദുവിനെ ഇന്ന് വിളിച്ചിട്ട് ഞാൻ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിന്ന് 3-4 പ്രാവശ്യം ബിന്ദുവിനെ വിളിച്ചിട്ട് എനിക്ക് ബിന്ദുവിന്റെ കുട്ടിനെ ഒന്ന് കാണണം, ഒരു വീഡിയോ കോൾ ഞാൻ വിളിക്കാമെന്നും പറഞ്ഞ് ആ വീഡിയോ കോൾ വിളിച്ചു. ബിന്ദു കുട്ടിനെ കാണിക്കാൻ വേണ്ടി വീഡിയോ കോൾ ഓൺ ചെയ്തപ്പോ അവൻ ബിന്ദുവിന് കാണിച്ചു കൊടുക്കുന്നത് അവന്റെ പാന്റ് അഴിച്ചിട്ട് അവന്റെ ഇതാണ് കാണിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ബിന്ദു അത് കണ്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞതും പിന്നെ അവൻ ആ വാട്സപ്പിൽ നിന്ന് അവൻ മെസ്സേജ് അയക്കാണ്, ഒന്നുകൂടി കാണിക്ക്, എനിക്ക് അത് കാണണം, ബിന്ദുവിനെ കാണണം, ഞാനത് കളയാനാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള എന്തും മനുഷ്യന്മാരാണ് അതൊക്കെ. എന്നിട്ട് ആ ചേച്ചി കരഞ്ഞുകൊണ്ട് രാജേഷേട്ടനെ വിളിക്കുക. ഈ സ്മാർട്ട് പിക്സിന്റെ അവിടുത്തെ ഒരാളാണ് രാജേഷേട്ടൻ എന്നെ വിളിക്കുകയാണ്, ഫിറോസെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഞാനിത് അവരുടെ വീട്ടിലേക്ക് പോകണം, ഞാനത് അന്വേഷിക്കാൻ പോകണം. എന്നിട്ട് രാജേഷേട്ടൻ അവിടെ പോയിട്ട് നമ്പർ വെരിഫൈ ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് എന്നെ വിളിച്ച് പറയണം, ഞാനിത് CIനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല ഇത് ഏറ്റെടുത്തിട്ടുള്ള ചാനലുകാരെയും ഞങ്ങൾ വിളിച്ച് പറയേണ്ട, ഫിറോസും വിടരുത്, ഫിറോസിന്റെ ലൈവിൽ ഇത് ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് ഞാനിത് എമർജൻസി ആയിട്ട് ഇപ്പൊ തന്നെ ഞാൻ ആ ലൈവിൽ വന്നിട്ട് ഈ കാര്യങ്ങൾ പറയണത്. എന്താ സംഭവം എന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഈ എന്താ സംഭവം എന്ന് അറിയേണ്ടത് ആളുകൾ നിങ്ങൾ ആദ്യം മുതൽ ഈ ലൈവ് ഒന്ന് കേട്ടാൽ മതി, ഞാനിത് കട്ട് ചെയ്ത്. അപ്പോൾ എന്താണെങ്കിലും ഇത് മാക്സിമം ഷെയർ ചെയ്യണം. ഒരിക്കലും ഇത്തരത്തിൽ ആവർത്തിക്കാൻ പാടില്ല എന്ന് മാത്രം ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എന്താണെങ്കിലും എന്റെ പ്രിയപ്പെട്ട പ്രവാസികൾ, നമ്മൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. എല്ലാം പെട്ടെന്ന് തന്നെ തീർക്കാൻ കഴിയുന്നുണ്ട്. അത് നമ്മുടെ ഒരു വിശ്വാസത്തിന്റെ സ്നേഹത്തിന്റെ ഒക്കെ എന്താ പറയാ ആ ഒരു കൂട്ടായ പ്രവർത്തനമാണ്. അതിനിടയിലാണ് ഇതുപോലത്തെ വിഷവിത്തുകൾ. ഒരിക്കലും ഒരു പ്രവാസിയും ഇവനവിടെ വാഴിക്കാൻ പാടില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇതിനു വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും.